ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ വരുത്തുന്ന ചില മിസ്റ്റേക്സ് നോക്കൂ. ഈ മിസ്റ്റേക്സ് നിങ്ങൾ വരുത്താറുണ്ടോ എന്നുകൂടി ശ്രദ്ധിക്കൂ. നീ അവന് ഫോൺ ചെയ്യണം. ഇത് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്? യു ഷുഡ് ഫോൺ ഹിം. അതല്ലെങ്കിൽ യു ഷുഡ് ഫോൺ ടു ഹിം. ഇതിലേതാണ് കറക്റ്റ്? യു ഷുഡ് ഫോൺ ഹിം ഇതാണ് കറക്റ്റ്. ടു എന്ന പ്രപ്പോസിഷൻ അവിടെ ആവശ്യമില്ല. ഇനി വേറൊരു സെൻറ്റൻസ് പറയാം. അവൾ വീട്ടിലേക്ക് മടങ്ങുകയാണ്. ഷീ ഈസ് റിട്ടേണിംഗ് ടു ഹോം. ഷീ ഈസ് റിട്ടേണിംഗ് ഹോം. ഇതിലേതാണ് കറക്റ്റ് എന്ന് പറയാമോ? ഷീ ഈസ് റിട്ടേണിംഗ് ഹോം. അവിടെയും ടു ആവശ്യമില്ല. നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കൂ. എനിക്ക് എൻ്റെ ഇമെയിൽസ് ആക്സസ് ചെയ്യാൻ കഴിയുന്നില്ല. എനിക്ക് എൻ്റെ ഇമെയിൽസ് നോക്കാൻ എനിക്ക് കഴിയുന്നില്ല എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്? ഐ കാൺട്ട് ആക്സസ് ടു മൈ ഇമെയിൽസ് എന്നാണോ? ഐ കാൺട്ട് ആക്സസ് മൈ ഇമെയിൽസ് എന്നാണോ പറയേണ്ടത്? ടു ആവശ്യമുണ്ടോ അവിടെ? ഇല്ല. ഐ കാൺട്ട് ആക്സസ് മൈ ഇമെയിൽസ്. ഇനി ഒരു സെൻറ്റൻസ് കൂടി. ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ 20 മിനിറ്റ് ലേറ്റായിട്ട് എത്തി. 20 മിനിറ്റ് വൈകി എത്തി. വി അറൈവ്ഡ് ടു ദ റെസ്റ്റോറൻറ്റ് 20 മിനിറ്റ്സ് ലേറ്റ്. ഇനി ഒരു സെൻറ്റൻസ് കൂടി പറയാൻ കേട്ടോ. ഏതാണ് കറക്റ്റ് എന്ന് പറയൂ. വി അറൈവ്ഡ് അറ്റ് ദ റെസ്റ്റോറൻറ്റ് 20 മിനിറ്റ്സ് ലേറ്റ്. ഒരു സെൻറ്റൻസിൽ ടു ഉപയോഗിച്ചു, നെക്സ്റ്റ് സെൻറ്റൻസിൽ അറ്റ് ഉപയോഗിച്ചു. ഏതാണ് കറക്റ്റ്? വി അറൈവ്ഡ് അറ്റ് ദ റെസ്റ്റോറൻറ്റ് 20 മിനിറ്റ്സ് ലേറ്റ്. അതാണ് കറക്റ്റ്. അറ്റ് തന്നെയാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഈ മിസ്റ്റേക്സ് ഒന്നും ഇനി നിങ്ങൾ വരുത്തരുത് കേട്ടോ.